ഗുരുഗണത്തിലേക്ക് സ്നേഹവന്ദനം. ഒരാളുടെ അന്തിമൊഴികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അയാൾ ജീവനുടനീളം കൊണ്ട് കടന്ന കാര്യങ്ങൾ മറന്നീക്കി വരുന്നത് അപ്പോഴാണ്. ചങ്കോട് ചേർത്ത് പിടിച്ച മൂല്യങ്ങൾ, വ്യക്തികൾ ഒക്കെ തിരശ്ശീലം നീക്കി അപ്പോൾ പുറത്തു വരും. ബിർലാമന്ദിൻ്റെ ഇടനാഴിയിൽ ഗാന്ധി എന്ന ജ്ഞാനവൃദ്ധൻ വെടിയേറ്റ് വീഴുമ്പോൾ മന്ത്രിച്ച എന്താ? ഹേ റാം. ഇതുടനീളം ഭഗവാനെ കൊണ്ടുവരുന്ന മനുഷ്യൻ ഇപ്പം അത് മറന്നീക്കി വന്നേ പറ്റൂ. കൊലക്കയർ മുറുകുമ്പോൾ ഒരു ആഫ്രിക്കൻ കവി നിലവിളിച്ചതെങ്ങനെയാണ്? സ്വാതന്ത്ര്യം. ജീവിതത്തിലുടനീളം അയാൾ പോരാടിയതും എഴുതിയതുമൊക്കെ അതിനു വേണ്ടിയായിരുന്നു. നാട്ടിൽ ഒരു ചെറിയ കുഞ്ഞിങ്ങനെ അമ്മയ്ക്ക് വേണ്ടി ഇരന്ന് ജീവിക്കുക. അമ്മ തളർന്നു കിടക്കുക. കുഞ്ഞാണ് എന്തെങ്കിലും ഇരന്ന് കൊണ്ടുവരിക. 8 വയസ്സുള്ള കുട്ടി റോഡ് കുറുകെ അടക്കുമ്പോൾ വണ്ടി ഇടിച്ചു. അതുകൊണ്ട് പാതയോട് അങ്ങനെ അരഞ്ഞു ചേരുമ്പോൾ ചുറ്റിനും ആൾക്കൂട്ടം കൂടി നിൽക്കുമ്പോൾ കുഞ്ഞൊരൊറ്റ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ: എൻ്റെ ഉമ്മയ്ക്ക് ഇനി ആര് ചോറ് കൊടുക്കും? ചങ്കോളം അവൻ കൊണ്ടു നടന്ന ഉമ്മയെ. അങ്ങനെയെങ്കിൽ നസ്രത്തിൽ യേശുവിൻ്റെ അന്ത്യമൊഴികളെ അവനെ സ്നേഹിക്കുന്നവർ കുറേ കൂടി ചങ്കോട് ചേർത്ത് പിടിക്കണം. കാരണം ജീവിതകാലം മുഴുവൻ ഉടനീളം അവിടെ നിന്ന് കൊണ്ട് നടന്ന മുഴുവൻ മൂല്യവിചാരങ്ങളും ആ കുരിശിലെ 7 മൊഴികളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. സുവിശേഷമായിരുന്നു അവിടുത്തെ ധർമ്മം. ദരിദ്രർക്ക് സുവിശേഷം പറയാമെന്ന് പറയുന്ന ഏകധർമ്മത്തിലായിരുന്നു അവിടെ ഏർപ്പെട്ടുകൊണ്ടിരുന്നത്. ഈ കൊലമരത്തെ പോലും ആ സുവിശേഷത്തിൻ്റെ പെഡസ്റ്റലാക്കി മാറ്റാനായിട്ടുള്ള ധൈര്യവും പ്രകാശവും ജ്ഞാനവുമുള്ള ഒരു ഗുരുവാണ് നമുക്കുള്ളത്. 7 കാര്യങ്ങളുണ്ട്. ലോകമെങ്ങും ആ 7 കാര്യങ്ങളിലും ഇത് ഒത്തിരി മെഡിറ്റേഷൻ നടക്കുന്നുണ്ട്, ധ്യാനം നടക്കുന്നുണ്ട്. വിശേഷിച്ചും അവൻ്റെ കുരിശിൻ്റെ നിഴൽ വീണ ഈ മാസങ്ങളിലൊക്കെ മനുഷ്യർ ഒത്തിരി ഇടങ്ങളിൽ അതിനെ ഓർത്തിങ്ങനെ കണ്ണുപൂട്ടിയും കണ്ണ് നിറഞ്ഞൊഴുകിയും ഒക്കെ ഇരിക്കുന്നുണ്ട്. ആ 7 കാര്യങ്ങളിൽ ആദ്യത്തെ 3 കാര്യങ്ങൾ നമുക്കുള്ള സുവിശേഷ, മാനവരാശിയുമായി ബന്ധപ്പെട്ട അവിടെ നിലപാട്. പിന്നത്തെ 4 കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സെൽഫ് ടോക്കോ അല്ലെങ്കിൽ സോളിലോക്കി എന്നൊക്കെ പറയുന്ന ഒന്നാണ്, ആത്മഗതമായിട്ട് പറയുന്ന കാര്യങ്ങൾ. ആദ്യത്തെ 3 കാര്യങ്ങൾ നമുക്കൊന്ന് നമ്മുടെ സത്സംഗത്തിലോട്ട് ഗൗരവമായിട്ട് എടുക്കാം. ഒരു 3 നിയമങ്ങൾ അധിഷ്ഠിതമാണ്. മനുഷ്യനുമായി ബന്ധപ്പെട്ട 3 നിയമങ്ങളാണ്. 1, മനുഷ്യൻ മാപ്പർഹിക്കുന്ന ഒരാളാണ്. 2, മനുഷ്യന് മോക്ഷത്തിന് സാധ്യതയുണ്ട്. 3, മനുഷ്യന് എപ്പോഴും കൂട്ടാവശ്യമുണ്ട്. എന്ത് കൗതുകരമായ എന്ത് പ്രകാശം തരുന്ന, എന്ത് ബലം തരുന്ന ഒരു വിചാരമാണ് ഈ 3 കാര്യങ്ങൾ. 1, അവൻ പറഞ്ഞു, പിതാവ് ഇവർ ചെയ്യുന്നതെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് പൊറുക്കണമേ. മനുഷ്യൻ ചെയ്യുന്ന മുഴുവൻ അധർമ്മങ്ങളും, കൊടിയ അധർമ്മങ്ങളും അതിന് മുന്നിൽ അജ്ഞതയാണെന്ന് കണ്ടെത്താനായിട്ട് പ്രകാശമുള്ള ഒരു ഗുരുവാണ് നമ്മുടേത്. എന്നിട്ടും നമ്മളിങ്ങനെ ചെറിയ ചെറിയ അധർമ്മങ്ങൾ ചെയ്തവരോട്, ചെറിയ ചെറിയ പരിക്കൽ നമ്മളോട് ഏൽപ്പിച്ചവരോട് ഇത്രയും കഠിനഹൃത്തരായിട്ട് വർത്തിക്കേണ്ടതുണ്ടോ? മാപ്പ് കൊടുക്കുക, മാപ്പ് അനുഭവിക്കുക എന്നുള്ളതല്ലേ ഈ നരവംശത്തിന് ലഭിക്കാവുന്ന ഏറ്റവും മനോഹരമായ സുവിശേഷം. മാപ്പ് കൊടുക്കാൻ തയ്യാറാവുന്നവരിലൊക്കെ ഇങ്ങനെ ഒരുതരം ദൈവാംശമുണ്ട്. പഴയ നിയമത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്ന കണക്ക് ഇങ്ങനെ ജീവിതകാലം മുഴുവൻ അയാൾ ചതിച്ച ഒരാൾ അനുജനാണ്. ഇപ്പോൾ അനുജന് ജ്യേഷ്ഠനെ നേരിട്ട് കാണാനായിട്ടുള്ള ധൈര്യം ലഭിക്കുന്നുണ്ട്. ജ്യേഷ്ഠനാവട്ടെ ഈ അനുജൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഏങ്ങിക്കരയുമ്പോൾ അനുജൻ ജ്യേഷ്ഠൻ്റെ മിഴികളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങളുടെ മുഖം ഇപ്പോൾ ദൈവത്തെ കണക്കാം. മാപ്പ് കൊടുക്കുന്ന മനുഷ്യരിലൊക്കെ ഈ ദൈവത്തിൻ്റെ മുഖമുണ്ട്. ഇതെവിടെയായാലും ഗാന്ധി ഇങ്ങനെ ചെറുപ്പത്തിലൊരു കഥ സംഭവം എഴുതി വെച്ചിട്ടുള്ളത് നമ്മൾ വായിച്ചിട്ടുണ്ടാവും. ചെയ്ത അപരാധങ്ങൾ, കുട്ടിക്കിണങ്ങുന്ന അപരാധങ്ങൾ തന്നെ, പക്ഷെ എന്നാലും അതിങ്ങനെ അച്ഛനോട് പറയാനുള്ള ധൈര്യമില്ല. അതുകൊണ്ട് ഒരു നീണ്ട കുറിപ്പായിട്ട് ഇങ്ങനെ എഴുതിയിട്ട് അച്ഛൻ്റെ കിടക്കയുടെ അടുക്കൽ കൊണ്ടുവന്ന് വെക്കേണ്ട. ദൂരത്തുനിന്ന് ഇയാൾ കാണുന്നുണ്ട്, അച്ഛൻ ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കാൻ പോകുന്നത്? ശോഭിക്കണ്ട തീർച്ചയായിട്ടും. കാരണം തനിക്ക് പറ്റുന്ന, തൻ്റെ എലഗൻസിന് പറ്റുന്ന ഒരു ക്രമമല്ല മകനിൽ നിന്ന് വരുമ്പോൾ ഏതൊരച്ഛനും ശോഭിക്കാനായിട്ടുള്ള അവകാശമുണ്ട്. എന്നിട്ടോ അച്ഛൻ ശോഭിക്കുന്നില്ലെന്ന് മാത്രമല്ല, അച്ഛൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. അതിനകത്ത് ആ കൃത്യമായ ദൈവാംശമില്ലേ? ആ കിടക്കെ കിടക്കുന്നത് ദൈവാംശമുള്ള ഒരച്ഛനല്ലേ? ഒരു മലയാള ചലച്ചിത്രം തന്നെയാണ്. ഒരു പെൺകുട്ടി അവളുടെ അടുക്കലേക്ക് വന്നിട്ട് തൻ്റെ അവിശ്വസ്തയെക്കുറിച്ച് പറയുന്ന അവളുടെ ഭർത്താവ്. സ്വാഭാവികമായിട്ട് ഈ സ്ത്രീ ഇങ്ങനെ പല കഷ്ടങ്ങളായിട്ട് ചെതറേണ്ടതാണ്. അല്ലെങ്കിൽ ഒരു നിമിഷം ഈ മനുഷ്യനെ വെറുക്കേണ്ടത്. ഇതിലേതെങ്കിലും ഒന്ന് ഉണ്ടാകുമെന്ന് സങ്കല്പിച്ചിട്ട് അയാളിങ്ങനെ നീതിപീഠത്തിന് മുമ്പിൽ നിൽക്കുന്ന ഒരാളെ കണക്ക് തലകുനിഞ്ഞി കുമ്പസാരത്തിന് ശേഷം നിൽക്കുമ്പോൾ അയാളിങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ പറയുകയാണ്: ഞാൻ നിങ്ങൾക്ക് മാപ്പ് നൽകിയില്ലെങ്കിൽ പിന്നെ ആരാ നിങ്ങൾക്ക് മാപ്പ് തരിക? നിങ്ങൾക്ക് മാപ്പ് തരാനുള്ള ഒരാളാണ് ഞാൻ. ആ ഒരു സെക്കൻഡിൽ സെല്ലോയിഡ് ആണെങ്കിൽ പോലും നമ്മൾ വിചാരിക്കുന്ന ഒരു ദൈവാംശത്തിൻ്റെ ഒരു സ്പാർക്ക് സംഭവിക്കുന്നുണ്ട്. മാപ്പ് കൊടുക്കുന്നവരിലൊക്കെ ഈ ദൈവാംശമുണ്ട്. മാപ്പ് അർഹിക്കുന്നതാണ് മനുഷ്യൻ. കാരണം അജ്ഞത കൊണ്ടാണ് മനുഷ്യൻ ഈ അപരാധങ്ങളിലൊക്കെ ഏർപ്പെടുന്നെന്ന് ആ പരാശക്തിക്ക് അറിയാം. വളരെ എന്തൊരു അധർമ്മത്തിലൂടെ കടന്നുപോയ ഒരാൾ ഓർമ്മിച്ചുകൊള്ളുക. ഏതോ അജ്ഞതയുടെ ചരല അയാൾ നിയന്ത്രിക്കപ്പെടുകയാണ്. നമ്മൾ പറയാറുണ്ട്, നല്ലതുപോലെ പഠിച്ചിട്ടുണ്ടല്ലോ, നല്ല കരിയറുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഇത്രയും സോഷ്യൽ എക്സ്പോസ്ഡ് ആണ്, എഴുത്തുകാരനാണ്, പണ്ഡിതനാണ്. ഇത്തരം കാര്യങ്ങളും ഈ അകത്തെ ഒരുതരി വെട്ടവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് നിങ്ങളിപ്പോൾ കരുതുന്നുണ്ടോ? അത്രയും ശുദ്ധാത്മാക്കളാണ് നമ്മൾ.
ഈ ഒരു തരി വെട്ടത്തിന് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഈ പറയുന്ന കാര്യങ്ങളുടെ ഊന്നുവടി കൊണ്ട് പ്രവേശിക്കാവുന്ന ഒന്നല്ല ഈ ഒരു തരി വെട്ടം. അപ്പോൾ എവിടൊക്കെ മനുഷ്യർ എന്തൊക്കെ അധർമ്മങ്ങളിലൂടെ ഏർപ്പെടുന്നുണ്ടോ അവരെ ഒക്കെ നിയന്ത്രിക്കുന്ന ചരടിന്റെ പേര് അജ്ഞത എന്ന് തന്നെയാണ്. അജ്ഞത കൊണ്ടും അന്ധത കൊണ്ടും ഒക്കെ മനുഷ്യന്റെ ജീവിതത്തിലോട്ട് ഇങ്ങനെ വല്ലാത്ത വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുക, വല്ലാതെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എന്തോ ആവട്ടെ, എൻ്റെ മുഴുവൻ അപരാധങ്ങൾക്ക് പിന്നിലും അജ്ഞത എന്ന് പറയുന്ന പ്രതലമുണ്ട്. ഏത് അജ്ഞതയും മാപ്പർഹിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഇതാണ്, മാപ്പർഹിക്കുന്ന ഒരു ജീവിതമാണ് എൻ്റേത്. മാപ്പർഹിക്കുന്ന ജീവിതമെന്ന് ഞാൻ എന്നെക്കുറിച്ച് തിരിച്ചറിയുമ്പോൾ പോലും ഈ മാപ്പ് കൊടുക്കുന്ന ഒരാളാണോ എന്ന മട്ടിൽ ഞാൻ എൻ്റെ ജീവിതത്തെ ഒന്ന് ചെയ്യേണ്ട ബാധ്യത കൂടി കിടപ്പുണ്ട്. അല്ലെങ്കിൽ ക്രിസ്തു പറഞ്ഞ ഒത്തിരി കടങ്ങളുടെ താലന്തുകളുടെ കടമുള്ള ഒരാൾക്ക് ഇളവ് ലഭിക്കുമ്പോൾ അയാൾ പുറത്തേക്ക് വന്നിട്ട് തന്നോട് ചെറിയ നാണയങ്ങൾക്ക് മാത്രം കടമുള്ള ഒരാളോട് ശടിക്കുന്ന കണക്ക് നമ്മുടെ ജീവിതം കഠിനമായ ഐറണിയായി മാറുകയില്ലേ? വലിയ കടങ്ങളുടെ ഇളവ് കിട്ടിയവർ ചെറിയ കടങ്ങൾക്ക് ഇളവ് എടുക്കാനുള്ള ബാധ്യതയുള്ളവരല്ലേ? അധ്യാപകനാണെങ്കിൽ സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് മാപ്പ് കൊടുക്കുക, വീട്ടമ്മയാണെങ്കിൽ കുടുംബത്തിന് മാപ്പ് കൊടുക്കുക, കൂട്ടുകാരാണെങ്കിൽ സതീർത്ഥർക്ക് മാപ്പ് കൊടുക്കുക, സഹപാഠികൾക്ക് മാപ്പ് കൊടുക്കുക, കൊളീഗ്സിന് മാപ്പ് കൊടുക്കുക. ഈ മാപ്പ് കൊടുക്കുന്നവരെ ഭൂമി എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെ ദൈവാംശത്തിന്റെ പ്രസാദം വീണിട്ടുള്ള, ദൈവാംശത്തിന്റെ വർണ്ണരേണുക്കൾ വീണിട്ടുള്ള ഒരു ഭൂമിയായി മാറുന്നതായി നിങ്ങൾ കാണുന്നില്ലേ? സുവിശേഷത്തിൽ ഒന്നാമത്തെ സുവിശേഷത, കുരിശിൽ നിന്നുള്ള ഒന്നാമത്തെ സുവിശേഷത മാപ്പർഹിക്കുന്നതാണ് എൻ്റെ ജീവിതം. രണ്ടാമതായിട്ട് മോക്ഷം സാധ്യമുള്ളതാണ് എൻ്റെ ജീവിതം. ചിലപ്പോൾ ഈ കൊടിയ അപരാധങ്ങളിലൂടെ ഇടർച്ചകളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ നമുക്കൊരു ധാരണയുണ്ട് ഈ മോക്ഷം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതല്ല. മോക്ഷം നമുക്ക് ഒരിക്കലും സാധ്യമല്ല. കാരണം അത്രയേറെ ഇടറിപ്പോയിട്ടുള്ള മനുഷ്യരാണ് നമ്മൾ. അല്ല, ആ മഹാകാരനും നമ്മളോട് പറയുന്നു ഏത് നിമിഷവും നിനക്ക് മോക്ഷം സാധ്യമാണ്. ജീവിതകാലത്തിൽ ഈശോ പറഞ്ഞിട്ടുള്ള ഉപമയുണ്ടല്ലോ, ആ 11-ാം മണിക്കൂറിൽ വന്ന ഒരാൾക്ക് ലഭിക്കുന്ന കൂലിയുടെ കഥ. ഒരു ഉള്ളിലേക്ക് ഒരു തരി വെട്ടം കിട്ടാനായിട്ട് ഒരു നിമിഷാർത്ഥം മതി. ചെറിയ മക്കള് ചിലപ്പോൾ അവരുടെ ബാല്യത്തിലോ കൗമാരത്തിലോ കിട്ടിയ പ്രകാശം നിങ്ങൾ ഒരുപക്ഷെ കണ്ടെത്താൻ പോകുന്നത് നിങ്ങളുടെ മരണക്കിടക്കയിലായിരിക്കാം. പക്ഷെ ആ ഒരു സെക്കൻഡ് കൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളുടെ കൂലിക്ക് എന്തെങ്കിലും കുറവുണ്ടാകുമെന്ന്. ആ 11-ാം മണിക്കൂറിൽ വന്നവനും 1-ാം മണിക്കൂറിൽ വന്നവനും ഒരേ കൂലി എന്ന് പറയുന്ന കണക്ക് ഏതൊരു നിമിഷവും അവനിലേക്ക്, അവൻ എന്ന് പറയുന്ന അർത്ഥം സ്നേഹത്തിലോട്ടോ പ്രകാശത്തിലോട്ടോ തുറന്ന മിഴികളുള്ള ഒരാളെന്ന് അതിൻ്റെ അർത്ഥം. അവർക്ക് ലഭിക്കുന്ന കൂലി ഒന്ന് തന്നെയാണ്. നീ എന്നോടൊപ്പം ഇപ്പോൾ തന്നെ പർദീസയില. അങ്കുലി മാൽ എന്ന് പറഞ്ഞൊരു കഥാപാത്രമൊക്കെ നമുക്ക് ധർമ്മപദത്തിൽ ലഭിക്കുന്നുണ്ട്, ബുദ്ധപാരമ്പര്യത്തിൽ ലഭിക്കുന്നുണ്ട്. 1000 പേരെ കൊല്ലാനായിട്ട് നിശ്ചയിച്ച് കണ്ടെന്ന ഒരാളാണ്. കഥയൊക്കെ ഉണ്ട് അതിന് പിന്നാലെ. ഈ 1000 പേരെ കൊല്ലുന്നതിൻ്റെ അടയാളമായിട്ട് അതിനൊരു സൂക്ഷിപ്പെന്ന നിലയിൽ അയാൾ അവരുടെ ഒരു അങ്കുലം എടുത്തിട്ട് ഇങ്ങനെ മാലയെ കോർത്തിടും. ഇങ്ങനെ 999 പേരെ കൊന്നു. എവിടെ ഇരുന്നുകൊണ്ട് ഭഗവാൻ അറിയുന്നുണ്ട് അത് ഇയാൾ എവിടേക്കാണ് പോകുന്നത്, ഏത് കൊടി അഗ്നിയിലോട്ട് ഇയാൾ പതിക്കാൻ പോകുന്നത്, ഇയാളുടെ ആത്മാവും ശരീരം പതിക്കാൻ പോകുന്നതിനെ കുറിച്ച് നല്ല ധാരണയുള്ള ഭഗവാൻ ഇയാളെ രക്ഷിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. 1000-ാമത്തെ ഇരയെ തേടി നടക്കുമ്പോൾ തൊട്ടു മുമ്പിലായിട്ട് ഇങ്ങനെ ബുദ്ധ നടക്കുക. ഇയാൾ തൊട്ടു പിന്നാലെ ബുദ്ധയുടെ പിന്നാലെ കൊന്നിട്ട് തൻ്റെ 1000-ാമത്തെ ടാർഗറ്റ് ഇതാക്കാമെന്ന് കരുതി ചെല്ലുമ്പോൾ അടുക്കുന്നില്ല, എപ്പോഴും അകലം സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ മനുഷ്യൻ അവിടെ നിന്ന് അലറി വിളിക്കുകയാണ്, നിന്നോട് നിൽക്കാനാണ് പറയുന്നത്. അപ്പോൾ ബുദ്ധ സുമധുരമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ നിൽക്കുകയാണ്, നീയാ നിൽക്കാത്തത്. അയാൾ പറഞ്ഞു, നീ പറയുന്നതിൻ്റെ അർത്ഥം എന്താ? അപ്പോൾ ബുദ്ധ പറഞ്ഞു, ഞാൻ എത്രയോ കാലങ്ങളായിട്ട് എൻ്റെ ജീവിതത്തിൽ നിശ്ചലമാക്കിയ ഒരാളാണ്. പരപീഡയിൽ നിന്നും സ്വാർത്ഥതയിൽ നിന്നും ഒക്കെ പിൻവാങ്ങിയിട്ട് പ്രകാശത്തിലോട്ടും ജ്ഞാനത്തിലേക്കും എത്തി സ്റ്റില്ലായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ, നിശ്ചലനായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ, ബോധത്തിലെത്തിയ ഒരാളാണ്. നീ ആവട്ടെ നിരന്തരം ഓടിക്കൊണ്ടിരിക്കുക. ആ സെക്കൻഡിൽ ഈ മനുഷ്യൻ്റെ ഉള്ളിലോട്ട് പ്രകാശം വന്ന് വീഴുകയാണ്. അയാൾ പിന്നീട് ബുദ്ധഭിക്ഷുവായിട്ട് മാറുന്നുണ്ട്. ഒരിക്കലും ഭിക്ഷാടനത്തിന് പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തർക്കവും വഴക്കവും നടക്കുന്ന ഇടയിൽ പെട്ടിട്ട് ഒരു കല്ല് ശിരസിൽ വന്ന് വീണിട്ട് ഇയാൾ വൈകാതെ മരണം പ്രാപിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ബുദ്ധ പറഞ്ഞു, ഇയാൾ നിർവ്വാണം പ്രാപിച്ച ആളാണ്. അപ്പോൾ ശിഷ്യന്മാർ പറയുന്നുണ്ട്, ഇയാളോ 999 പേരെ കൊന്ന ഈ മനുഷ്യൻ നിർവ്വാണം പ്രാപിച്ചെന്നോ? അപ്പോൾ ബുദ്ധ പറഞ്ഞു, അതിനെന്ത് ചെയ്യാൻ, അയാൾക്ക് നല്ല കൂട്ടുകാരില്ലാതെ ആയിപ്പോയി. അയാൾ ആദ്യം അവസാനമായിട്ടൊരു നല്ല കൂട്ടുകാരനായിട്ട് എന്നെ കണ്ടു, അതോടുകൂടി അയാൾ മോക്ഷത്തിലേക്ക് എത്തി, പ്രകാശത്തിലേക്ക് എത്തി. എന്ത് കരുണയാണ് ഈ മാനവരാശിയോട് ഈ ഗുരുക്കന്മാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുമാരനാശാന്റെ പ്രശസ്തമായ കവിത പോലും ഒന്നോർത്ത് നോക്കുക, കരുണയെന്ന് പറയുന്നത്. വാസുദേവൻ എന്ന് പറഞ്ഞ് ആ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഇടറിപ്പോയൊരു സ്ത്രീക്ക് മോക്ഷം പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്ന കവിതയ്ക്കകത്ത് ഈ പറഞ്ഞ നമ്മൾ പരാമർശിച്ച ഈ കഥയുടെ സൂചന കിടപ്പുണ്ട്. അപ്പോൾ രണ്ടാമത്തെ അതാണ്, മനുഷ്യൻ എന്തുമാത്രം ഇടറിപ്പോയാലും അവന് മോക്ഷം സാധ്യമാണ്. അവന് മോക്ഷമില്ലെന്ന് പറയാനായിട്ട് ഇത്രയും ധാഷ്ട്യം നമ്മൾ അനുഭവിക്കേണ്ടതുണ്ടോ? സ്വർഗനരങ്ങളുടെ താക്കോലൊക്കെ നമ്മുടെ കൈവശമാണെന്ന് ആരാ പറഞ്ഞത്? എല്ലാവരും അവൻ്റെ ആ സാന്നിധ്യത്തിലായിരിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ രണ്ടാമത്തെ വ്യക്തിയോട് യേശു രണ്ടാമത്തെ കുരിശിലെ മൊഴി അതാണ്, നീ എന്നോടൊപ്പം ഇപ്പോൾ തന്നെ പർദീസയിലാണ്. ജീവിതകാലം മുഴുവൻ ഇടറി അതിൻ്റെ പേരിൽ എൻ്റെ ഈ കഠിനമായ ശിക്ഷ അയാൾ തന്നെ പറയുന്നുണ്ട്. ഈ മനുഷ്യന് ശിക്ഷ എന്തുകൊണ്ടാണ് കിട്ടിയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ നമ്മുടെ ശിക്ഷയ്ക്ക് കാരണമുണ്ട്.
അത്രയും വ്യക്തമായിട്ട് സ്വന്തം കുറ്റത്തെക്കുറിച്ചും തൻ്റെ ഇടർച്ചകളെക്കുറിച്ചും ധാരണയുള്ള മനുഷ്യനായത്. അയാൾ ഒരു കാര്യം മാത്രമാണ് യേശുവിനോട് പറയുന്നത്, നിന്റെ ഓർമ്മയിൽ ഞാൻ ഉണ്ടായിരിക്കണമേ, നിന്റെ പർദീസയിൽ വെച്ച് നീ എന്നെ ഓർമ്മിക്കണമേ. ആ നിമിഷം യേശു പറയുന്നത്, നീ എന്നോടൊപ്പം ഇപ്പോൾ തന്നെ പർദീസയില. ഏത് വൈകിയ നാഴികയിലും ഒരാൾക്ക് അയാളുടെ മോക്ഷപ്രാപ്തി സാധ്യമാണ്. ഏതൊരാൾക്കും വേണ്ടി കാത്തിരിക്കുന്ന മോക്ഷമുണ്ടെന്നുള്ളതിൻ്റെയൊക്കെ ആ മനോഹരമായ സൂചന ഏത്. യേശു ഉപയോഗിക്കുന്ന വാക്കിതാണ്, നീ എന്നോടൊപ്പം പർദീസയില. പർദീസ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഒരു പേർഷ്യൻ വാക്കാണ്. അതിൻ്റെ അർത്ഥം ഓൾഡ് ഗാർഡൻ എന്നാണ്. ഈ ചുറ്റിനും കെട്ടിയിട്ടിട്ടുള്ള അല്ലെങ്കിൽ ഫെൻസ്ഡ് ഗാർഡൻ എന്നൊക്കെ പറയുന്ന വിധത്തിൽ ഇങ്ങനെ തിരിച്ചിട്ടിരിക്കുന്ന ഒരു തോട്ടം എന്നതിൻ്റെ അർത്ഥം. ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതയല്ല, അതുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രിവിലേജ് ഉണ്ട്. സുൽത്താൻ ആരോടെങ്കിലുമൊക്കെ ഇത്തിരി ഇഷ്ടമോ ആദരവോ ഓണറൊക്കെ കൊടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെയ്യാവുന്ന കാര്യം ഇതാണ്, ആ മനുഷ്യനെ അവിടേക്ക് വിളിക്കുക, എന്നിട്ട് ഈ തോട്ടത്തിലൂടെ കുറച്ച് ഒരുമിച്ച് സഞ്ചരിക്കുക, ഏതെങ്കിലും ഒരു വൃക്ഷത്തിന് ചുവട്ടിലിരുന്ന് ഇത്തിരി ഭക്ഷണം കഴിക്കുക, ഒരുപക്ഷെ രണ്ടുപേരും കൂടി ഒരുപക്ഷെ ഈ പുൽത്തകിടിൽ എവിടെയെങ്കിലും ഇത്തിരി വന്ന് മയങ്ങും, സന്ധ്യയാകുമ്പോൾ പിരിഞ്ഞു പോകാം. പക്ഷെ ആ ജീവിതകാലം മുഴുവൻ ആ ഒരു ദിവസത്തെ യാത്രയുടെ ഓർമ്മ കൊണ്ട് ഈ മനുഷ്യൻ എവിടെയും ആദരിക്കപ്പെടും. സുൽത്താനോടൊപ്പം സഞ്ചരിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ്. ഇറ്റ്സ് എൻ ഓണറാ. വെറുതെ മോക്ഷം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സ്റ്റാറ്റസ് മാത്രമല്ല, മറിച്ച് എന്താണ്, വി ആർ വാക്കിംഗ് വിത്ത് ദ ലോർഡ്. ആ പ്രഭുവുമായിട്ട് നമ്മൾ സഞ്ചരിക്കുന്ന അറിവാണ് മോക്ഷം. അതിനിങ്ങനെ മരണാന്തര അനുഭവം ആവണമെന്ന് പോലും ഇല്ല. ഈ ജീവിതത്തിൽ വെച്ച് തന്നെ എന്തുമാത്രം മനുഷ്യർക്ക് ആ ധാരണയുണ്ട്, വി ആർ വാക്കിംഗ് വിത്ത് ദ ലോർഡ്. ആ മനുഷ്യനെ കുറിച്ച് ഒത്തിരി കഥകളുണ്ട്. വേദപുസ്തകത്തിനകത്ത് നിറയെ കഥകൾ നമുക്കറിയാം. സുവിശേഷത്തെ ഒക്കെ ആസ്പദമാക്കി ഉണ്ടായത്തോളം കഥകൾ ലോകത്തൊന്നിനെയും ആധാരമാക്കി ഉണ്ടായിട്ടില്ല. ഈ മനുഷ്യനെ കുറിച്ച് പറയുന്ന ഒരു കഥ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഇയാൾ കൊല്ലപ്പെട്ടിട്ടില്ലെന്നാണ് പറയുന്നത്. തിടുക്കത്തിൽ ഇങ്ങനെ ഓരോരുത്തരുടെയും ശരീരങ്ങൾ ഇറക്കുന്ന ആ ഒരു വേഗതയിൽ ഇയാളൊരു ശ്വാസത്തിൻ്റെ ഒരു സാന്നിധ്യമുള്ളതായിട്ട് ഈ സ്ത്രീകൾ തിരിച്ചറിയുന്നുണ്ട്. മരിച്ചെന്ന് കരുതി ഇയാൾ ഉപേക്ഷിക്കാൻ പോകുമ്പോൾ അവർ പറഞ്ഞു, ഇയാളെ ഞങ്ങൾ കൊണ്ടേ അടക്കാം. എന്നിട്ട് കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന 4 സ്ത്രീകളും പിന്നെ പുരുഷനായ യോഹന്നാനും കൂടി ചേർന്നിട്ട് ഒരു ചെറിയ കുടിലേക്ക്, ഇയാളെ താഴ്വാരത്തിലുള്ള കുടിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ മനുഷ്യനെ പരിചരിക്കുകയും ഇയാൾ അണയാൻ പോയ ജീവനെ നാളെ തിരികെ പിടിക്കുകയും ചെയ്യുന്ന പറയാം. വെറുതെ ഒരു കഥ, പക്ഷെ നല്ല രസമുള്ള കഥ ഇത്. ഒരു 6-7 മാസങ്ങൾ കഴിയുമ്പോൾ ഈ സ്ത്രീകളുടെ പരിചരണവും സ്നേഹവും കൊണ്ടൊക്കെ ഇയാൾക്ക് സുബോധത്തിലോട്ടും ആരോഗ്യത്തിലൊക്കെ വരാനായിട്ട് പറ്റി. പക്ഷെ അപ്പോഴും പ്രശ്നമുണ്ട്, ഇയാളുടെ മുട്ടുകാല് തല്ലി ഒടിച്ചതായിട്ട് നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്. കാരണം യേശു ഒഴികെ ബാക്കി 2 പേരെ മുട്ടുകാല് തല്ലി ഒടിച്ചിട്ടുണ്ട്. 2 കാരണങ്ങളുണ്ടായി മുട്ടുകാല് തല്ലി ഒടിക്കും. ഒന്ന് രക്തം മാറുന്ന ഒഴുകുക, രണ്ടാമതായിട്ട് ഇങ്ങനെ മരിക്കുന്ന മനുഷ്യന് ഇങ്ങനെ ഭയങ്കരമായിട്ട് ശ്വാസം വലിക്കേണ്ട ആവശ്യം വരും. അപ്പോൾ ശ്വാസം വലിക്കാനുള്ള ഇതിനു വേണ്ടി അയാൾ ആയം കണ്ടെത്തുന്നത് ഇങ്ങനെ കാലിങ്ങനെ ഈ കുരിശ ഇങ്ങനെ പ്രസ് ചെയ്യുണ്ടാ, അതിലിങ്ങനെ തള്ളിപ്പിടിച്ചോണ്ടാ. ഈ മുട്ടുകാല് തല്ലി ഒടിച്ചോടുകൂടി അതിനുള്ള ശക്തി ഇല്ലാതെയായി പോകും. അപ്പോൾ ശ്വസിക്കാനുള്ള സാധ്യത തടയാന്നുള്ളതിന് വേണ്ടി കൂടിയൊക്കെ ആയിരിക്കും ഈ മുട്ടുകാൽ ഒടിക്കാന്ന് പറയുന്നത്. എന്തോ ആവട്ടെ, ഈ മുട്ടുകാൽ ഒടിച്ച് ഈ മനുഷ്യന് ഒരു പൊയ്ക്കാലുകളുടെ ആവശ്യമായിട്ട് വരുന്നു, അല്ലെങ്കിൽ ഊന്നുവടികളുടെ ആവശ്യമായിട്ട് വരുന്നു. അങ്ങനെ ഈ ഊന്നുവടികളിലൊക്കെ ഈ മനുഷ്യൻ ഇങ്ങനെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന ഒരാളെ കണക്ക് ഒരു 6-7 മാസത്തെ ആ ഈ ഇരുട്ടിനകത്തുനിന്ന് പുറത്തേക്ക് വരിക. ഒരു സിനവ് കഴിഞ്ഞ് കുറേ പേര് പുറത്തേക്ക് വരുമ്പോൾ അതിനകത്ത് ഏറ്റവും വൃദ്ധനായ ഒരു മനുഷ്യനെ അയാളെ കണ്ടിട്ട് ഇങ്ങനെ ഒന്ന് കാർത്തി തുപ്പിയ. അതൊരു മിഡിൽ ഈസ്റ്റ് ഒരു രീതിയാണ്. ഒരാളോട് ഉള്ള വെറുപ്പ് പ്രകടമാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും ക്ഷീണമായൊരു മാർഗിന് തുപ്പുക എന്നുള്ള. തുപ്പിക്കൊണ്ട് പറഞ്ഞു, മരണത്തിന് പോലും വേണ്ടാത്തൊരു മനുഷ്യൻ. പെട്ടെന്ന് അയാളിങ്ങനെ കണ്ണുപൂട്ടി, അയാളുടെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അയാളോട് തന്നെ പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്നു ഞാൻ നടന്നു പോകുന്നത് ഈ മുടന്ന് നടന്നു പോകുന്ന നിങ്ങളുടെ ഇടവഴികളുമാണ്. അല്ല, മിഴിപൂട്ടുന്നതിന് തൊട്ട് മുമ്പായിട്ട് ആ പ്രഭു എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ എന്നോടൊപ്പം പർദീസേന. എൻ്റെ അർത്ഥം, ഐ ആം വാക്കിംഗ് വിത്ത് ദ ലോർഡ്. ഞാൻ എൻ്റെ പ്രഭുവുമായിട്ട് ഇങ്ങനെ കൈപിടിച്ച് നടന്നു പോവുകയാണ്. ഇടറി നടക്കുന്നത് നിങ്ങളുടെ ഇടവഴികളിലൂടെ അല്ല, മറിച്ച് ആ പ്രഭുവിനോടൊപ്പം ആ വളച്ചു കെട്ടിയ ആ തോട്ടത്തിലൂടെയാണ്. ഈ അനുഭവമായിട്ട് ജീവിക്കുന്ന എത്ര മനുഷ്യർ നിങ്ങൾക്ക് കാണണം. നമ്മുടെ നോട്ടത്തിൽ അവരിങ്ങനെ മുടന്തരാ, ഇടറിയവരാ. പക്ഷെ കണ്ണുപൊട്ടി ഇരിക്കുമ്പോൾ അവർക്കറിയാം ദേ ആർ വാക്കിംഗ് വിത്ത് ദ ലോർഡ്. രണ്ടാമത്തെ സുവിശേഷം ഇതാണ്, ഒരു മോക്ഷം സാധ്യതയുള്ള ജീവിതമാണത്. എന്തുമാത്രം ഇടറിപ്പോകുമ്പോഴും മനുഷ്യന് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന മോക്ഷമുണ്ട്. അതുകൊണ്ടാണ് യേശുവൊക്കെ അതിൻ്റെ ഏറ്റവും എക്സ്റ്റൻസീവ് എന്ന് വിചാരിക്കാവുന്ന തലത്തിലായി ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. സകല സൃഷ്ടികൾക്കും മോക്ഷം ആവശ്യമുണ്ടെന്ന മട്ടിലാണ് യേശു കാര്യങ്ങൾ പറയുന്നത്. നമുക്ക് മാത്രമല്ല, ഈ ഭൂതലത്തിൽ സകല ജീവികൾക്കും മോക്ഷമുണ്ടെന്ന മട്ടിലൊക്കെ വേണമെങ്കിൽ ചിന്തിക്കാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണല്ലോ യേശു കൃത്യമായിട്ട് പറയുന്നുണ്ട്, സകല സൃഷ്ടികളോട് സുവിശേഷം പറയുക. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ദ ഹോൾ ക്രിയേഷൻ ഈസ് ഗോണിംഗ് ഫോർ സാൽവേഷൻ. സകല സൃഷ്ടികളും ഇങ്ങനെ രക്ഷയ്ക്ക് വേണ്ടി അലമുറ ഇടുകയാണ്. അപ്പോൾ രക്ഷ മോക്ഷം എന്നൊക്കെ പറയുന്നത് അത്ര സാർവത്രികമാണ്. എനിക്ക് കുറച്ചൊരു ചില എവാഞ്ചലിക് ചർച്ചകളുടെ ഒരു ചെറിയൊരു താല്പര്യക്കുറവിന് കാരണം ഇതാണ്. അവർ തങ്ങളെ തന്നെ വിശേഷിപ്പിക്കുന്ന വാക്ക് രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ വാക്ക്. ആ ഒരു വാക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ അവരുടെ ആ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്നൊക്കെ പറയുന്നത് നിശ്ചയമായിട്ടും ആദരിക്കപ്പെടേണ്ട, സ്നേഹിക്കപ്പെടേണ്ട. പക്ഷെ ആ രക്ഷിക്കപ്പെടുക എന്ന് തങ്ങളെ തന്നെ ചുരുക്കുമ്പോൾ, തങ്ങളെ തന്നെ ഡിഫൈൻ ചെയ്യുമ്പോൾ
ആ ക്രിസ്തു കണ്ട എല്ലാവർക്കും ലഭ്യമാകേണ്ട ആ മോക്ഷം എന്നൊക്കെ പറയുന്നത് എത്ര സില്ലിയായി മാറുന്നുണ്ട്, എത്ര ചുരുങ്ങുന്നുണ്ട്. ആകാശത്തോളം വികാസം പ്രാപിക്കേണ്ട മോക്ഷം എന്ന് പറയുന്ന സങ്കല്പം കയ്യിലെ മഞ്ചാടിക്കുരുവിനെ കണക്ക് ഒളിപ്പിച്ച് അല്ലെങ്കിൽ ചുരുക്കുക എന്ന് പറയുന്നത് ഒരു കൃത്യമായിട്ട് ക്രിസ്തുവിന്റെ ദൂതമായിട്ട് പൊരുത്തപ്പെടാത്ത സങ്കല്പമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ മാനവരാശി മുഴുവനായിട്ട് പറയേണ്ട വാക്കാണ് രക്ഷിക്കപ്പെട്ടവർ. അത് മാനവരാശിക്ക് വേണ്ടി അർഹതപ്പെട്ട ടൈറ്റിലാണ്. വിശേഷിച്ചും അവനെ കണക്ക് വിശ്വസിക്കുന്നവർ അത് മാനവരാശിക്ക് വേണ്ടി കരുതി വെക്കേണ്ട വാക്കാണ്. രണ്ടതാ. മൂന്നാമതായിട്ട് ആ ക്രിസ്തു നോക്കുമ്പോൾ താഴെയായിട്ടൊരു വല്ലാതെ തകർന്നൊരു സ്ത്രീ നിൽപ്പുണ്ട്. ശമയോനൊക്കെ പറയുന്ന വാള് ചങ്കിക്കൊണ്ട് നടക്കുന്നൊരു സ്ത്രീ. ശമയോന് ആ ഇളം പ്രായത്തിൽ കുഞ്ഞിനെയുമായിട്ട് വരുമ്പോൾ അവളോട് അത് മാത്രമേ പറഞ്ഞുള്ളൂ, അമ്മ നിന്റെ ഉള്ളൊരു വാള് കടന്നു പോകും. എന്തായിരിക്കും ആ വാളെന്നൊക്കെ ഇങ്ങനെ ഓർത്തോർത്ത് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് ജീവിച്ച സ്ത്രീ ആയതുകൊണ്ടായിരിക്കണം അവർ തകർന്നിട്ടില്ല. കാരണം വാളിന് വേണ്ടി അവർ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ക്രിസ്തു ആ കുരിശിന് മുകളിൽ നോക്കുമ്പോൾ താഴെ കാണുന്നുണ്ട് താൻ ഒറ്റക്കിട്ടിട്ട് പോകാൻ പോകുന്ന സ്ത്രീയായത്. കാരണം വിധവയാ. ഇതാ ഇപ്പം വൈകാതെ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം അനാഥയാകും. അവൾ ഒറ്റയായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് ക്രിസ്തു തനിക്ക് വളരെയേറെ പ്രിയപ്പെട്ട ഒരമ്മയെ കണക്ക് തൻ്റെ അമ്മയെ നോക്കുന്ന ഉറപ്പുള്ള ചങ്കോളം വക്കോളം സ്നേഹമുള്ള ഒരു ചെറുപ്പക്കാരനെ നോക്കിയിട്ട് പറഞ്ഞു, അമ്മ ഇതായിരിക്കും നിന്റെ മകൻ. എന്തുമാത്രം കുരിശില് അവസാന നിമിഷങ്ങളോട്ട് പ്രവേശിക്കുമ്പോഴും അയാളുടെ ആകുലത ഭൂമിയെക്കുറിച്ച്, ഭൂമിയുടെ ഏകാന്തതയെക്കുറിച്ച്. മനുഷ്യന് കൂട്ടാവശ്യമുണ്ടെന്നുള്ളതാണ് മൂന്നാമത്തെ സുവിശേഷം. ഇപ്പോൾ മനുഷ്യന് മാപ്പർഹതയുണ്ട്, മനുഷ്യന് മോക്ഷം സാധ്യമാണ്, മനുഷ്യന് കൂട്ടിന് അർഹതയുണ്ട്, അല്ലെങ്കിൽ മനുഷ്യന് കൂട്ടാവശ്യമുണ്ട്. ഒറ്റയ്ക്ക് ഈ മനുഷ്യന് ഒരു ദൂരവും അധികം സഞ്ചരിക്കാനായിട്ട് പറ്റില്ല. ലോകത്തെ ഏറ്റവും ആദ്യത്തെ ദുഃഖങ്ങളിലൊന്ന് ഈ കൂട്ടില്ലാത്ത ദുഃഖമാണെന്നൊക്കെ വേദപുസ്തകം രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മൾ വ്യക്തമായിട്ട് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ വായിച്ച് കേൾക്കുന്നുണ്ട്, മനുഷ്യൻ്റെ ഒരു സങ്കടമാണ് ദൈവം ആദ്യം കണ്ടത്. അതാണ് മനുഷ്യൻ്റെ പുരാതന സങ്കടം. എന്താണത്? അവൻ ഒറ്റയാണെന്ന് കണ്ടു. മനുഷ്യൻ ഒറ്റയാകാതിരിക്കുക എന്നുള്ളതിൻ്റെ മീത് ദൈവം അസാധാരണമായ ശ്രദ്ധ പുലർത്തുന്നുണ്ട്. ഒരു സ്ത്രീ എന്ന് പറയുന്ന കൂട്ടുകാരിയെ കൊടുക്കുന്നതും ദാമ്പത്യം എന്ന് പറയുന്ന കാര്യങ്ങൾ ആരംഭിക്കുന്നതും കുടുംബജീവിതം ആരംഭിക്കുന്നതും ഒക്കെ ഇങ്ങനെ ഒറ്റയാതിരിക്കാൻ വേണ്ടിയാണ്. ഞാൻ വിചാരിക്കുന്നു ദാമ്പത്യത്തിലൊക്കെ മറ്റു പല കാര്യങ്ങളെക്കാളും പ്രധാനപ്പെട്ട കാര്യം തൻ്റെ ജീവിതത്തിലേക്ക് വന്ന് ഈ പെൺകുട്ടിയോ പുരുഷനെയോ ഒരിക്കലും ഒറ്റയ്ക്കാകാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ള, അവസാനത്തിൽ അവർക്ക് കൂട്ടുപോകാന്നുള്ള. ചിലപ്പോൾ അവരുടെ കയ്യിൽ നെറുകേടുണ്ടാവും, ചിലപ്പോൾ അവരുടെ നീതിക്ഷരം ഉണ്ടാവും, ചിലപ്പോൾ അവരുടെ കയ്യിൽ എന്ത് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമില്ലാത്ത സമ്മർദ്ദങ്ങളോ സ്ട്രെസ്സോ ഒക്കെ ഉണ്ടാകുന്നിരിക്കും. എന്നാലും അവസാനം വരെ കൂട്ടുപോകാൻ പറ്റുമോ? മനുഷ്യ കൂട്ടാവശ്യമുണ്ട്. ഒറ്റയ്ക്ക് ഇന്ന് അവൻ തകർന്നു പോകും. ഇത് നന്നായിട്ട് മനസ്സിലാക്കിയ യേശുണ്ട്. ഈവൻ സുവിശേഷ പ്രഘോഷത്തിനകത്ത് പോലെ ഈ ഒറ്റയ്ക്കുള്ള സുവിശേഷ പ്രഘോഷത്തെ ഒരു തരത്തിലും ക്രിസ്തു എന്ത് ചെയ്യുന്നില്ല, മുമ്പോട്ട് പോകാനായിട്ട് പ്രേരിപ്പിക്കുന്നില്ല. മനുഷ്യ കൂട്ടാവശ്യമുണ്ടെന്നാണ് പറയുക. അതുകൊണ്ടാണ് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 70 പേരെ തൻ്റെ ദൂതുമായിട്ട് ഭൂമിയുടെ അതിരുകളിലേക്ക് അയക്കുമ്പോൾ ക്രിസ്തു അവരോട് എന്താ പറഞ്ഞത്? നിങ്ങൾ 2 പേരെ ചുമണെന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം 70 ഇടങ്ങളിൽ പോകാൻ സാധ്യതയുള്ള മനുഷ്യരെ 35 ഇടങ്ങളിലോട്ട് ചുരുക്കുക. നമ്മുടെ പുതിയ കാലത്തിൻ്റെ ഒക്കെ ഒരു മാനേജ്മെന്റ് സ്റ്റഡീസിന് പറ്റുന്ന കാര്യങ്ങളല്ലത്. നമ്മൾ പറയും 70 പേരുണ്ടെങ്കിൽ 70 അടുത്ത് ഈ ദൂത് ചെല്ലുമല്ല. സക്സസ് അല്ല പ്രധാനം, ഇതിനകത്തുള്ള വിജയങ്ങളല്ല പ്രധാനം, മറിച്ച് ഒരാൾക്ക് കൂട്ടുണ്ടാവും എന്നുള്ള പ്രധാനം. അപ്പോൾ ഈ ദൂതുമായിട്ട് തൻ്റെ ശിശു സമൂഹത്തെ അയക്കുമ്പോൾ പോലും 2 പേർ ഒരുമിച്ചായിരിക്കണം എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ടൊക്കെ ആയിരിക്കണം സന്യാസ സമൂഹങ്ങളൊക്കെ രൂപപ്പെടുമ്പോഴൊക്കെ അത് വളരെ പ്രധാനപ്പെട്ട നിയമം. ഒറ്റയ്ക്കുള്ള ഒരു ജീവിതം ഒരുപക്ഷെ പുതിയ നിയമത്തിലെ ശൈലി പോലുമല്ല. മനുഷ്യന് കൂട്ടാവശ്യമുണ്ട്, ചേർന്നിരിക്കാൻ ആരെങ്കിലും ആവശ്യമുണ്ട്, സാരമില്ലെന്ന് പറയാൻ ആരെങ്കിലും ആവശ്യമുണ്ട്, ചേർത്ത് പിടിക്കാൻ ആവശ്യമുണ്ട്, ഒരു കപ്പ് കാപ്പി തിളപ്പിച്ച് കാത്തിരിക്കാൻ ആരെങ്കിലും ആവശ്യമുണ്ട്. അപ്പോൾ കുരിശിനിവിടെ നിൽക്കുമ്പോൾ ക്രിസ്തു മനസ്സിലാകുന്നുണ്ട് വല്ലാതെ ഒറ്റപ്പെട്ടു പോകുന്നൊരു സ്ത്രീയാണ്. ആ സ്ത്രീക്ക് കൂട്ടുകൊടുത്തോടുകൂടി ആ ക്രിസ്തു തൻ്റെ കുരിശിനെ എന്ത് മനോഹരമായ അനുഭവമാക്കി മാറ്റി. അന്ത്യമൊഴികളെ നമ്മൾ എന്നും ഗൗരവമായിട്ട് എടുക്കണം. കാരണം അന്ത്യമൊഴികളെ പഠിക്കുക എന്ന് പറയുന്നത് അവനിലേക്ക് അർപ്പിച്ചവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഭൂമിയിൽ എല്ലായിടത്തും മനുഷ്യ അന്ത്യമൊഴികൾക്ക് വേണ്ടി വളരെ ഗൗരവമായിട്ട് ജീവിതത്തെ എടുത്ത കഥകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ചിലപ്പോൾ പകയുടേതായിരിക്കാം. ഈ വടക്കൻ കഥകൾക്കകത്തൊക്കെ നമുക്കറിയാം, ഒരാൾ മരിക്കുന്നതിനേക്കാൾ മുമ്പേ തന്നെ കൊലപ്പെടുത്തിയ ആളുടെ പേര് പറഞ്ഞിട്ട് മരിച്ചോടുകൂടി പിന്നെ അയാളെ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കുക എന്നുള്ളത് ഈ ചെറിയ മക്കളുടെ ഒക്കെ ബാധ്യതയായി മാറുന്ന കഥകളൊക്കെ പകലുള്ള കഥ വിട്ടുപോട്ടെ. സ്നേഹത്തിന് എന്തുമാത്രം കഥകളെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ചെറുപ്പമുള്ളൊരു ഗൃഹനാഥൻ മരിക്കുമ്പോൾ 6ലോ 7ലോ പഠിക്കുന്ന ചെറിയ മോനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയാണ്, അന്യന്മാരെ നോക്കണം, അമ്മയെ വിഷമിപ്പിക്കരുത്. ഈ ഒരൊറ്റ വാക്കിന് വേണ്ടി തങ്ങളുടെ ജീവിതത്തെ അർത്ഥപൂർണ്ണമാക്കി തങ്ങളുടെ ജീവിതത്തിന് വലിയ കപ്പം കൊടുത്ത് ജീവിക്കുന്ന എത്ര പേരെ ഞാൻ കാണിച്ചു തരണം? ഇപ്പം എല്ലായിടത്തും ഇങ്ങനെ അന്ത്യമൊഴികൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച മനുഷ്യരുണ്ട്. നമുക്ക് ഈ അന്ത്യമൊഴികൾ അത്ര ഭാരപ്പെട്ട മൊഴികളല്ല, മറിച്ച് സ്നേഹം പുരണ്ട വാക്കുകളാണ് നമുക്ക് ലഭിക്കുന്നത്. സുവിശേഷമാണ്, മാപ്പർഹിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതം, മോക്ഷത്തിന് സാധ്യതയുള്ളതാണ് നിങ്ങളുടെ ജീവിതം, നിങ്ങൾക്ക് കൂട്ടിനും അർഹതയുണ്ട്. ഒരാളെയും ഒറ്റയ്ക്ക് വിടാനായിട്ട് അവിടെ നിന്ന് അനുവദിക്കുന്നില്ല. പലപ്പോഴും നമ്മൾ വിചാരിക്കാറുണ്ട് ഈ ഒറ്റക്കായിരിക്കുക എന്ന് പറയുന്ന ഒരു ധർമ്മത്തെ പരിഹരിക്കാനായിട്ട് ബന്ധങ്ങൾ തന്നെ വേണമെന്ന്. സ്വന്തം ബന്ധങ്ങൾ വേണമെന്നില്ല.
ഭൂമിയിലുള്ള ഏതൊരു മനുഷ്യനും നിങ്ങളുടെ ഒറ്റയ്ക്ക് ആയിരിക്കുന്ന ആൾക്ക് കൂട്ടായിട്ട് വരാൻ പറ്റും. അതുകൊണ്ടാണല്ലോ പരസ്പരം ഒരു ബന്ധമില്ലാത്ത ഒരു സ്ത്രീയും പുരുഷനെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് മകനെന്നും മറ്റേ അമ്മയെന്നും പറയുന്നത്. പുതിയ ബന്ധങ്ങൾ ആരംഭിക്കുക, കർമ്മബന്ധങ്ങൾ. ആ കർമ്മബന്ധങ്ങളെക്കാൾ അല്ലെങ്കിൽ കർമ്മബന്ധങ്ങളോളം ശക്തമല്ല ഒരു രക്തബന്ധം എന്ന് പോലും ഞാൻ ഈ കാലങ്ങളിൽ വിചാരിച്ചു തുടങ്ങുന്നുണ്ട്. അപ്പോൾ മാപ്പ് തരുന്ന, മോക്ഷം തരുന്ന, കൂട്ടു തരുന്ന ഒരാളെ നമ്മൾ എന്തെന്ന് വിളിക്കണം? ദൈവം തന്നെ വിളിക്കണം. അതുകൊണ്ടാണ് താഴെ നിന്നിരുന്ന ആ പടയാളി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ശതാധിപൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, സത്യമായിട്ട് ദൈവം. വേണമെങ്കിൽ കഠിനഭാരം കൊണ്ട്, സമ്മർദ്ദം കൊണ്ട്, വിഷാദം കൊണ്ടൊക്കെ മെലങ്കോളിക്കാക്കാവുന്ന ഒരു കുരിശുമരണം ക്രിസ്തു എത്ര മനോഹരമാക്കി. അവൻ്റെ 7 മൊഴികളെ ഇനിയും നമ്മൾ കുറേ കൂടി ഗൗരവമായിട്ട് കാണണം, പഠിക്കണം. 7 എപ്പോഴും ഒരു കാൽപ്പനികമായ ഭംഗിയുണ്ട്. 7 സ്വരങ്ങളുണ്ട്, 7 വർണ്ണങ്ങളുണ്ട്. 7 തിരിയിട്ട ഒരു വിളക്ക് ക്രിസ്തുവിൻ്റെ ബിംബമായിട്ട്, ഒരു പ്രതീകമായിട്ട് കണക്കാക്കപ്പെടുന്നു. അങ്ങനെയെങ്കിൽ കുരിശിന് മുകളിൽ നിന്ന് കുരിശിൽ നിന്ന് ഉയർന്ന 7 മൊഴികൾ ആ കുരിശിന് ചുറ്റും ഒരു സംഗീതമുണ്ടാക്കി. കുരിശിൽ നിന്നുണ്ടായ 7 വർണ്ണങ്ങൾ കുരിശിന് ചുറ്റും ഒരു മഴവിലുണ്ടാക്കി. ഒരു ദീപപീഠ കണക്ക് കുരിശ് പ്രകാശിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ജീവിതം പ്രഭാമയം.